ഇതാണ് നമ്മുടെ ഇവിടുത്തെ ക്രോസിംഗ് മുട്ടന്മാർ. ഇവനാ വലുത്, ഇവൻ മാണിക്കൻ. ഇത് കുട്ടു, അത് കരടി, അത് പൊന്നു. 4 മുട്ടന്മാരാണ് ഇവിടെ ക്രോസിങ്ങിനായിട്ടുള്ളത് അല്ലേ? 4 പേര്. അപ്പോൾ മുട്ടനാടുകളെ ഇറച്ചി പർപ്പസിനല്ലാതെ നമുക്ക് ലാഭകരമായി ക്രോസിംഗ് ഉപയോഗിച്ചിട്ട് ലാഭകരമാക്കാൻ പറ്റും അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ ക്രോസിങ്ങിന് സംവിധാനമൊക്കെ ഇവിടെ ചെയ്യുന്നത്? ചേട്ടാ, ഇവിടെ ദൂര സ്ഥലത്ത് നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ വണ്ടി സൗകര്യം ഇല്ലാത്തവർ വിളിച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ചെന്ന് ക്രോസ് ചെയ്ത് കൊടുക്കും. കൊണ്ടുപോയി ക്രോസ് ചെയ്ത് കൊടുക്കുന്നു അല്ലേ? ക്രോസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എത്ര കിലോമീറ്റർ വരെയാണ് അത്? ഒരു 10-30 കിലോമീറ്റർ നമുക്ക് പോകാം. നമുക്ക് കൊണ്ടുപോയി ക്രോസ് ചെയ്യാം. അപ്പോൾ വണ്ടി ചാർജ് അധികം മേടിക്കുന്നുണ്ട്. അപ്പോൾ എത്ര രൂപയാണ് ഇവിടെ ക്രോസിംഗ് ചാർജായിട്ട് മേടിക്കുന്നത്? 1000 രൂപ. 1000 രൂപ. ഏത് ആടുകൾ വന്നാലും 1000 രൂപയോളം വാങ്ങിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രാവശ്യം നമ്മൾ ക്രോസ് ചെയ്ത് അത് ചന പിടിക്കാതെ വന്നാൽ പിന്നെ പ്രാവശ്യം കൊണ്ടുവന്നാലോ? 2 പ്രാവശ്യം നമുക്ക് പിന്നെ ക്രോസ് ചെയ്ത് കൊടുക്കും. ആ ആടിനെ തന്നെ ക്രോസ് ചെയ്ത് കൊടുക്കും, കുഴപ്പമില്ല. ആദ്യം നമ്മൾ ക്രോസ് ചെയ്ത് ചന പിടിച്ചില്ലെങ്കിൽ 2 പ്രാവശ്യം കൂടെ ചെയ്ത് കൊടുക്കും. നമ്മൾ ചെന്ന് കൊടുക്കുവാണെങ്കിൽ അന്നേരം അതിന് വണ്ടിക്കൂലി എക്സ്ട്രാ ആകും, ക്രോസിംഗ് ചാർജ് ആകത്തില്ല. ഓക്കെ. അപ്പോൾ ഈ ആട് വളർത്തൽ കുട്ടികൾക്കൊപ്പം മറ്റൊരു അധിക വരുമാനമാണല്ലേ ഈ മുട്ടനാട് വളർത്തൽ അല്ലേ? അപ്പോൾ ആവറേജ് എന്ത് ക്രോസിംഗ് ഒക്കെ സഹിച്ചാണ്ട് വരാറുണ്ട്? എനിക്കൊരു ദിവസം ഒരു 3-4 ദിവസം. ഒരു ദിവസം 4 ക്രോസിംഗ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളെ പോലുള്ള അത്ര ആട് വളർത്തില്ല, ഇല്ല, കുറവാണ്. എങ്കിൽ പോലും വരാറുണ്ട് 4. ഉണക്ക സമയത്ത് കുറവാണ്, ഇപ്പം ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ദിവസം നമുക്ക് ഏകദേശം ഒരു 4000 രൂപയോളം വരുമാനം വരും അല്ലേ? ചില ദിവസങ്ങളൊന്നും കാണത്തില്ല. നമുക്കിതിന് തീറ്റ ചെലവിനുള്ളത് വേറെ ക്രോസിംഗിൽ നിന്ന് കിട്ടും, നമുക്ക് കിട്ടും. അപ്പോൾ നല്ലൊരു വരുമാന സ്രോതസ്സാണ് മുട്ടനാടുകൾ വളർത്തല്ലേ? പക്ഷെ ക്വാളിറ്റിയുള്ള ആടുകളെ തിരഞ്ഞെടുക്കണമെന്ന് അല്ലേ? അപ്പോൾ 2 ഹൈദരാബാദി ഒരു ബീറ്റലുമാണ് ഇവിടെ നിൽക്കുന്നത്. ക്രോസിംഗ് 3 ഹൈദരാബാദി ഒരു ബീറ്റൽ. ബീറ്റലെ ക്രോസിങ്ങിനായിട്ട് തയ്യാറായി വരുന്നുള്ളൂ. ഇത് നല്ല വളർച്ച കിടക്കുന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ ഇവിടുത്തെ കുട്ടിയല്ലേ, ഞാൻ വെളിയിൽ നിന്ന് മേടിച്ചു കുട്ടിയെ മേടിച്ച് വളർത്തുള്ളൂ. ചേട്ടാ, ഞാൻ ഹൈദരാബാദി മേടിക്കാൻ കാര്യം നമുക്ക് ഇതിൻ്റെ 2 പെൺകുട്ടികൾ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ബ്ലഡ് ലൈൻ പറ്റത്തില്ലല്ലോ നമുക്ക് ക്രോസിങ്. അതിന് വേറൊരു പുതിയൊരു കുട്ടിയെ മേടിച്ച് അത് ഇതൊരു 3 മാസമുള്ളപ്പോൾ ഞാൻ മേടിച്ചു അതിനിപ്പോൾ ഒരു വയസ്സായി. ആ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ആട് ഞാൻ നല്ല ഇയറിലെന്നുള്ളത്. ഇപ്പോൾ ഒരു 18 ഇഞ്ചുണ്ട്, ഒരു 6 ഇഞ്ച് വീതിയുണ്ട്. 6 ഇഞ്ച് വീതിയുണ്ട്. അപ്പോൾ ഈ ക്രോസിങ്ങിന് ഉപയോഗിക്കുന്ന മുട്ടനാടുകൾക്ക് എന്തെല്ലാം പരിപാലനം ഇവിടെ കൊടുക്കുന്നത്? ഞാൻ ഇവിടെ പച്ച കപ്പലണ്ടി തലേദിവസം വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു കൈ വെച്ച് കൊടുക്കും, ഒരു പിടി എല്ലാ ദിവസവും കൊടുക്കും. പിന്നെ ഈന്തപ്പഴം കൊടുക്കും. പിന്നെ എല്ലാ സപ്ലിമെൻ്റൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ കൊടുക്കും. പിന്നെ ക്രോസിങ്ങിന് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ കൊടുക്കണം. പിന്നെ ആഴ്ച ഒരു ദിവസമോ ചിലപ്പോൾ 2 ദിവസമൊക്കെ മുട്ട കൊടുക്കും, നല്ലെണ്ണക്കാട്ട് അടിക്കും. ഒരാടിനെ ഒരു ദിവസം എത്ര ആടുകളെ ക്രോസ് ചെയ്യാൻ വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? അങ്ങനെ നമുക്കിവിടെ നോക്കിയിട്ടില്ല. ഇവിടെ അങ്ങനെ വലിയ വരവില്ലല്ലോ. ഒരു ദിവസം ഞാൻ 3 ഒക്കെ ക്രോസ് ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ വന്ന് രാവിലെ വൈകിട്ടൊക്കെ ആയിട്ടില്ലേ? അപ്പോൾ അല്ല ഒരു ദിവസം ആവറേജ് ഒരു 4 ഒക്കെ വരും. ഇത്രയും പേരുള്ള കാരണം നമുക്ക് പിന്നെ അങ്ങനെയുള്ള ഒരാളെ തന്നെ എപ്പോഴും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരാടിനെയൊക്കെ മാത്രം ക്രോസ് ചെയ്താൽ മതിയായിരിക്കും അല്ലേ? അപ്പോൾ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ക്രോസിങ്ങിന് ഉപയോഗിക്കുന്ന ആടുകളെ ശ്രദ്ധിക്കേണ്ടത്? ഇതിന് നമ്മൾ മറ്റേ പെണ്ണാടിന് കൊടുക്കുന്ന പോലെയല്ല ഫുഡ് കൊടുക്കുന്നത്, ശകലം കൂടെ കൂട്ടി കുറുകിയ കൊടുക്കണം. പിന്നെ വെള്ളം വേണമെങ്കിൽ പിന്നെ 2 ഒഴിച്ച് കൊടുക്കണം. ഇവരൊക്കെ നല്ല അത്യാവശ്യമായിട്ടെല്ലാം നല്ലതായിട്ട് കഴിക്കുന്നത്. പുല്ലാണെങ്കിലും പോച്ചയാണേലും അല്ലേ നമ്മൾ വളർത്തുന്ന പുല്ലാണേലും റെഡ് നേപ്പി അതൊക്കെയാണല്ലോ നല്ലതായിട്ട് തിന്നുള്ളൂ. അല്ലാതെ ഇന്നത് കഴിക്കത്തുള്ളൂ അങ്ങനെയുള്ളൊരു ശീലമില്ല. ഇവരെങ്കിൽ ഒറ്റയാടും. ഒരു മുട്ടനാടിനെ എത്ര വർഷം ഉപയോഗിക്കാറുണ്ട് നമ്മുടെ ഈ ഫാമിൽ? നമ്മളിപ്പം ആദ്യം 2 മാറിയായിരുന്നു, ഇപ്പോൾ അത് കഴിഞ്ഞുള്ള ആട് പിന്നെ മാറിയെടുത്ത ആട്. ആവറേജ് എത്ര 2 വർഷമൊക്കെ നിർത്തുമല്ലേ? 1-2 വർഷമൊക്കെ നിൽക്കും. നമ്മൾ ഇതിൻ്റെ അതിനുവേണ്ടി ഞാൻ പിന്നെ വേറൊരു മുട്ടനെ കൂടെ മേടിച്ച് ഇതിൻ്റെ പെൺകുട്ടികളെ ഞാൻ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ആട് വളർത്തുന്ന കർഷകർ ആട്ടിൻകുട്ടികൾക്കൊപ്പവും ആട്ടിൻ പാലിനൊപ്പവും മറ്റൊരു വരുമാന സ്രോതസ്സായിട്ട് വളർത്തിക്കൊണ്ട് വരുന്നത് മുട്ടനാടുകളെയാണ്. നല്ലൊരു വരുമാന മാർഗ്ഗമാണ് ആടിൻ്റെ പ്രജനനം എന്ന് പറയുന്നത്. നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാടുകളെ വളർത്തിയാൽ കർഷകർ അന്വേഷിച്ച് നമ്മുടെ അടുത്ത് തന്നെ വരും ക്രോസിങ്ങിനായിട്ട്.
ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു 2 ക്രോസിംഗ് ലഭിച്ചാൽ പോലും ഒരു 2000 രൂപ വരുമാന സ്രോതസ്സിലേക്ക് നമ്മുടെ ആട് വളർത്തലിനെ ഉയർത്താനായിട്ട് സാധിക്കും. മറ്റാടുകളെ നമുക്ക് ആഹാരമൊക്കെ കൊടുത്ത് വളർത്താനായിട്ട് ഈ കാശ് മതിയാവും. അതുകൊണ്ട് തന്നെ ആട് വളർത്തൽ കൂടുതൽ ലാഭകരമാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. നമ്മൾ പെണ്ണാടുകളെ പ്രജനനത്തിനായിട്ട് കൊണ്ടുപോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല ക്വാളിറ്റിയുള്ള ആടുകളെ കൊണ്ട് ക്രോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നല്ല ഇനത്തിൽപ്പെടുന്ന ആടുകളെ കൊണ്ട് ക്രോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് കിട്ടുന്ന കുട്ടികൾ നല്ല ഗ്രോത്ത് റേറ്റ് വളരുകയും നല്ല വിലയ്ക്ക് നമുക്കതിനെ വിൽക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള മുട്ടനാടുകൾ ഉള്ളിടത്ത് പ്രജനനത്തിനായിട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ മറ്റൊരു കാര്യം, 5000 രൂപ 4000 രൂപ ഒക്കെ കൊടുത്തിട്ട് ക്രോസിങ്ങിന് കൊണ്ടുപോകുന്ന രീതി ദയവായിട്ട് നിർത്തണം. കാരണം അങ്ങനെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിൽ ഒട്ടുമിക്ക ആൾക്കാരും ആട് വളർത്തുന്ന രീതി നിർത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ അടിസ്ഥാനമായിട്ടുള്ള കുറേ കർഷകരാണ് ഇപ്പോഴും ആട് വളർത്തലായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ 5000 ഒക്കെ കൊടുത്ത് ക്രോസിങ്ങിന് കൊണ്ടുപോയിട്ട് എങ്ങനെ നമുക്ക് അതിനെ മുതലാക്കാനാണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. മിനിമം 500 രൂപ 1000 രൂപ കൊടുത്ത് ക്രോസിങ് രീതികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. 4000 5000 6000 ഒക്കെ കൊടുത്തിട്ടുള്ള ക്രോസിങ് രീതി നമ്മൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. എത്ര ക്വാളിറ്റിയുള്ള മെയിലാണെങ്കിൽ പോലും, എത്ര ഇയർ ലെങ്ത്തുള്ള മെയിലാണെങ്കിൽ പോലും എല്ലാം ഇപ്പോഴും ഒന്നും അതേ ക്വാളിറ്റിയുള്ള കുട്ടികളെ നമുക്ക് ലഭിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ 5000 4000 ഒക്കെ കൊടുത്ത് ക്രോസിങ്ങിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാഷ് നഷ്ടമാണ്. നമുക്ക് ലാഭകരമാക്കി ആട് വളർത്തൽ മാറ്റാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളൊരു മാന്യമായ റേറ്റ് കൊടുത്ത് ക്രോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആട് വളർത്തലിൻ്റെ പല രീതികളിൽ ആട് വളർത്തുന്ന കർഷകർക്ക് ലാഭകരമാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാ വീട്ടിലും ആട് വളർത്തുന്ന വീടുകളിൽ ഒരു മുട്ടനെ വളർത്തുന്നത് വളരെ നല്ലതാണ്. എല്ലാ വീട്ടിലും മുട്ടനാടിനെ വളർത്താൻ ചില സാഹചര്യങ്ങൾ വെച്ചിട്ട് സാധിക്കണമെന്നില്ല. അങ്ങനെ സാധിക്കാത്തവർക്ക് ഇതേപോലുള്ള നല്ല മേലുകളുള്ള ഫാമുകൾ തിരഞ്ഞെടുക്കാനായിട്ട് ഇണ ചേർക്കാനായിട്ട് കൊണ്ടുപോകാം. ഒരു മുട്ടനാടിനെ നമ്മുടെ ഫാമിൽ വളർത്തിയാലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളാണ് ഉള്ളത്. ഒന്നാമത് ക്രോസിംഗ് അവലംബിച്ച് നമുക്കൊരു വരുമാന സ്രോതസ്സിലേക്ക് ആട് വളർത്തൽ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. മറ്റൊരു കാര്യം, സമയാസമയങ്ങളിൽ പെണ്ണാടുകൾ മതിലക്ഷണത്തിലേക്ക് എത്തും. അതിനുപകരിക്കുന്ന മുട്ടനാടിൻ്റെ കൊമ്പിൻ്റെ അടിയിൽ നിന്ന് സ്രവിക്കപ്പെടുന്ന ഹൊറാമോൺ ദ്രാവകത്തിൻ്റെ സ്മെല്ല് കൊണ്ട് സമയാസമയങ്ങളിൽ പെണ്ണാടുകൾ മതിയിലേക്കെത്തും. അതേപോലുള്ള സൈലൻറ്റ് മതി പോലുള്ള പെണ്ണാടുകളൊക്കെ ഹീറ്റ് ആകുന്ന സമയത്ത് മുട്ടനാടുകൾ അത് തിരിച്ചറിയും. ആ സമയത്ത് നമ്മളത് മനസ്സിലാക്കിയിട്ട് അവരെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മുട്ടനില്ലാത്ത ഒരു പക്ഷം ചില പെണ്ണാടുകൾ മതിലക്ഷണം കാണിക്കാതെ വരികയും അത് സമയാസമയങ്ങളിൽ ഹീറ്റാകാതെ വരികയും ആ ഒരു സൈലൻറ്റ് മതി നമ്മൾ തിരിച്ചറിയാതെ വരികയും ആട് വളർത്തൽ പ്രജനനത്തിലേക്ക് തയ്യാറാക്കാതെ നമ്മുടെ ആട് ഫാം നഷ്ടത്തിലേക്കൊക്കെ പോകുന്ന സാഹചര്യങ്ങൾ പലയിടത്തും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് കൃത്യമായിട്ട് ആടുകളെ എണ്ണ ചേർക്കാനും സമയാസമയങ്ങളും മതിലക്ഷണം തിരിച്ചറിയാനുമൊക്കെ ഒരു മുട്ടനാടിനെ നമ്മുടെ ഫാമിൽ വളർത്തിയാൽ വളരെ ഗുണപ്രദമാണ്. ചില സാഹചര്യങ്ങൾ വെച്ചിട്ട് ചില വീടുകളിൽ മുട്ടനാടുകളെ വളർത്താനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതേപോലുള്ള നല്ല ഫാമുകളിലുള്ള മെയിൽ ആടുകളെ ക്രോസിങ്ങിനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പെണ്ണാടുകളെ നമ്മുടെ ഫാമിലേക്ക് ക്രോസിങ്ങിനായിട്ട് കൊണ്ടുവരുമ്പം ഈ കൊണ്ടുവരുന്ന ആടുകൾക്ക് എന്തെങ്കിലും അസുഖങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കി അസുഖങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അവരെ ക്രോസിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ പെണ്ണാടുകളായിട്ട് മുട്ടനാടുകൾ എടുത്തു പോകുമ്പോഴും മുട്ടനാടുകൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷനോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കിയിട്ടേ അവരെ കൊണ്ട് ക്രോസ് ചെയ്യിക്കാനും പാടുള്ളൂ. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ശ്രദ്ധിക്കണം. ക്രോസിങ്ങിനായിട്ട് തിരഞ്ഞെടുക്കുന്ന മുട്ടന്മാരെ നല്ല ഭക്ഷണക്രമം അവർക്ക് ക്രമീകരിക്കുക. സമയാസമയങ്ങളിൽ എടുക്കേണ്ട വാക്സിനേഷനൊക്കെ വളരെ വൃത്തിയായിട്ട് തന്നെ മുട്ടനാടുകളെ നമ്മൾ പരിപാലിക്കുക. എങ്കിൽ മാത്രമേ നല്ല കുട്ടികളെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മുട്ടനാടുകളെക്കുറിച്ചുള്ള ഒരു ലഘു വിവരണമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി പങ്കുവച്ചത്. ക്രോസിങ്ങിനായിട്ട് അവലംബിച്ചിട്ട് നമ്മുടെ ആട് വളർത്തൽ മുകളിലേക്ക് ഉയർത്താനുള്ള ഒരു ചെറിയൊരു ലഘു വിവരണമാണ് ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ വിവരങ്ങളായിട്ട് അടുത്ത വീഡിയോകളിലൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ മിനിമം ഒരു 2 ക്രോസിങ് കിട്ടിയാൽ പോലും നമുക്ക് മാസത്തിൽ നല്ലൊരു വരുമാന സ്രോതസ്സിലേക്ക് മുട്ടനാടുകളുടെ ഇണചേർക്കൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഏറ്റവും ചുരുങ്ങിയൊരു അളവാണ് ഞാൻ പറഞ്ഞത്. 5 ആടുകൾ 4 ആടുകൾ 7 ആടുകൾ ഒക്കെ നിത്യേന വരുന്ന ആട് ഫാമുകളുണ്ട് ക്രോസിങ്ങിനായിട്ട് എത്തുന്നത്. അപ്പോൾ അവരുടെയൊക്കെ വരുമാന സ്രോതസ് എത്രത്തോളമാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ എല്ലാവർക്കും മുട്ടനാടുകളെ എണ്ണത്തിൽ കൂടുതൽ വളർത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അവയെ പരിപാലിക്കാനായിട്ടും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അഗ്രസീവ് സ്വഭാവമുള്ള മുട്ടന്മാരെയൊക്കെ കൈകാര്യം ചെയ്യാനും പാടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ഒരു മേഖല അവലംബിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. അപ്പം നമ്മുടെ ആട് വളർത്തൽ വിശേഷങ്ങളടങ്ങിയ വീഡിയോകളാണ് തുടർന്ന് വരാൻ പോകുന്നതും വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.
ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. മുട്ടനാടുകളെ വളർത്തുന്നവർ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ നമ്മുടെ കമൻറ്റിലൂടെ പങ്കുവെക്കുക. ക്രോസിങ്ങിനായിട്ട് ഈ ആടുകളുള്ളത് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയിലെ മാന്താനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ക്രോസിങ്ങിനായിട്ട് ഈ മുട്ടനാടുകളെല്ലാം ഉള്ളത്. അപ്പോൾ ക്രോസിങ്ങിന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വീഡിയോയ്ക്കകത്ത് നമ്മുടെ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, വിളിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മൾ പറയാറുണ്ട്, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് പോകണം. എങ്കിൽ മാത്രമേ അടുത്ത വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനം നമുക്ക് ലഭിക്കുകയുള്ളൂ. നമസ്കാരം.